നമസ്തേ, ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഇൻ യുവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നതിനെ പറ്റിയാണ്. ഇനി ആ ലക്ഷ്യം എങ്ങനെ നിറവേറ്റാം എന്നതിനെപ്പറ്റി നമുക്കൊരു 1-2 വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ലൈഫിൽ എല്ലാവർക്കും ഒരു എയിം ഉണ്ടായിരിക്കും, ഇല്ലേ? നമ്മളിൽ മിക്കവരും ജീവിക്കുന്നത് പോലും ഒരുപക്ഷെ ആ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഇൻ യുവർ ലൈഫ്? ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി പറയും, എനിക്കൊരു ഡോക്ടറാകണം, എനിക്കൊരു ടീച്ചറാകണം, എനിക്കൊരു സിംഗറാകണം, ഒരു ഡാൻസറാകണം എന്നിങ്ങനെ പറയും. അപ്പോൾ വൈ യു വാണ്ട് ടു ബിക്കം എ ഡോക്ടർ, വൈ യു വാണ്ട് ടു ബിക്കം എ സിംഗർ എന്നിങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ഡോക്ടറാകണം, ടീച്ചറാകണം, സോഷ്യൽ സർവീസ്, കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്, അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ വേണ്ടിയിട്ട്, മ്യൂസീഷ്യനാകണം, ഡാൻസറാകണം. എന്തിനങ്ങനെ ആകണം എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യാൻ. ചിലർ പറയും ഒരുപാട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് ഫേമസ് ആകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പല ഉത്തരങ്ങൾ നമ്മൾക്ക് കിട്ടും, ഇല്ലേ? ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? സോഷ്യൽ സർവീസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഫേമസ് ആകണമെന്ന് പറയുമ്പോൾ, പൈസ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നിറയെ ഉത്തരങ്ങൾ അതിനും ഉണ്ടാകും. ഫാമിലിയെ നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പല ഉത്തരങ്ങളുണ്ടാകും. പക്ഷേ അവസാനം ഈ ഉത്തരങ്ങളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഐ വാണ്ട് ടു ബിക്കം ഹാപ്പി. ശരിയല്ലേ? നമ്മൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഡോക്ടറാകണം, എൻജിനീയർ ആകണം, സിംഗറാകണം, ഇങ്ങനെ നമ്മൾ നിറയെ എയിംസ് ആഗ്രഹിക്കുന്നത്? നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? സോ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഇൻ യുവർ ലൈഫ്? ടു ബിക്കം ഹാപ്പി. അപ്പോൾ അതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം. ഓക്കെ, അപ്പോൾ വാട്ട് ടൈപ്പ് ഓഫ് ഹാപ്പിനെസ് യു നീഡ്? Is it temporary happiness or continuous happiness? നിങ്ങൾക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനാണോ ഇഷ്ടം? അതോ കുറച്ച് സങ്കടം, കുറച്ച് സന്തോഷം, പിന്നെ കുറച്ച് ഹാപ്പിനെസ്, പിന്നെ സാഡ്നെസ്, ഇങ്ങനെ ഇരിക്കാനാണോ ഇഷ്ടം? ഓഫ് കോഴ്സ് എല്ലാവർക്കും കണ്ടിന്യൂസ് ഹാപ്പിനെസ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഹാപ്പിനെസ് തരുന്നത് എന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ ഉത്തരം നിറയെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ആയിരിക്കും. ഒരു നല്ല വീടുണ്ടെങ്കിൽ, ഒരു നല്ല കാറുണ്ടെങ്കിൽ, ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ, ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കും എന്ന് നിങ്ങൾ പറയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാമോ? നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ് ഏതാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? എന്നോട് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ലഡ്ഡു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലഡ്ഡു തന്നാൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുമോ? ഓഫ് കോഴ്സ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും, ഇല്ലേ? 2 ലഡ്ഡു തന്നാലോ? ഹാപ്പി. ഇനി ഒരു 10 ലഡ്ഡു തന്നാലോ? കഴിക്കാം, ഹാപ്പി, കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയും, ഇല്ലേ? ഇനി ഒരു 100 ലഡ്ഡു തന്നിട്ട് നിങ്ങളോടിത് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നാളെ സാലറി കട്ടിന്, ഇല്ലെങ്കിൽ കുട്ടികളോടാണെങ്കിൽ നാളെ അറ്റൻഡൻസ് കിട്ടില്ല കേട്ടോ, നിങ്ങളുടെ ടീച്ചർ വന്നിട്ട് പറയുകയാണ് 100 ലഡ്ഡു വന്നിട്ട് ഇത് കഴിച്ചോ, ഇത് ഫുള്ള് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ അറ്റൻഡൻസ് കട്ട് എന്ന് പറയുക. നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, നിങ്ങൾക്ക് ഇറിറ്റേഷനാണ് തോന്നുന്നത്? ഓഫ് കോഴ്സ് നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്ക് ഇറിറ്റേഷൻ തോന്നും. അപ്പോൾ ലഡ്ഡു എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാപ്പിനെസ് ആയിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് നമുക്കൊരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സാഡ്നെസ്സിലേക്ക് മാറി. അപ്പോൾ ഈ ഫിസിക്കൽ ഫെസിലിറ്റീസായ ലഡ്ഡു, ഡ്രസ്സ്, വീട്, ഇതെല്ലാം നമ്മൾക്ക് കണ്ടിന്യൂസ് ഹാപ്പിനെസ് തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, അല്ലേ? അപ്പോൾ കണ്ടിന്യൂസ് ഹാപ്പിനെസ്സിന് എന്തൊക്കെയാണ് വേണ്ടത്? ഇത് നമ്മൾക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു, ബൈ.